ഇതിനിപ്പോൾ 1 വയസ്സും 2 മാസവും ഇപ്പോഴാണ് ഒന്ന് നടന്നു പിടിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഉമ്മാന്റെ വീട്ടിലെത്തി ആണ് കേട്ടോ. ഉമ്മാന്റെ വീട് പഴയ വീടാണല്ലേ, കുറേ വർഷം. ഉമ്മ എൻ്റെ ഉമ്മ പറയുന്ന കേക്ക് നല്ല ഫ്രഷ് ചൂടുള്ള പൂവ്. മക്കള് കുറച്ച് അല്ലറ ചില്ലറ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ മൈ ലൈഫ് എടുക്കാൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ക്യാമറ ഒക്കെ പൊക്കി പിടിച്ച് വന്നിരിക്കുന്നത്. പക്ഷേ ഏത് പറ്റ ഫുള്ളാക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഡേ മൈ ലൈഫിൽ തുടങ്ങാം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഒക്കെയാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നാന്ന് എനിക്കറിയില്ല, എഡിറ്റ് ചെയ്തിട്ടൊക്കെ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നത് ക്രിസ്മസിൻ്റെ അന്നാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ വെക്കേഷനായിട്ട് ഇപ്പോൾ ക്രിസ്മസ് ലീവല്ലേ, അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ കടിയൂർക്ക് വന്നിട്ടാണ്. പക്ഷേ ഇതിൻ്റെ വീടല്ല, എൻ്റെ താത്താൻ്റെ വീടാണ്. അപ്പോൾ ഇന്നലെ പോകുമ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി. പിന്നെ റിച്ച് പോരുന്നില്ല, ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഉറക്കൊക്കെ എണീറ്റു, ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവിടെ റിച്ചും ഞങ്ങൾ ഇന്നലെ റിച്ചും ഫാത്തിമയും എൽസിനും കൂടിയാണ് കിടന്നിരുന്നത്. അപ്പോൾ അവരൊക്കെ അവിടെ നല്ല ഫാത്തിമ രാവിലെ തന്നെ ഫോണ് കളിക്കട്ടോ എണീറ്റിട്ട്. റിച്ച് എൽസിനും ഇവിടെ നല്ല ഉറക്കമാണ്. ഫാത്തിമ രാവിലെ തന്നെ ഫോണ് കളിക്കാണ്. ആള് കണ്ണടയും വെച്ചിക്കണം, എന്നിട്ട് ഫോണിലും കളിക്കും. കണ്ണിന് കാഴ്ചയില്ലേണു. ബാൽക്കണി ഞങ്ങൾ സുരക്ഷിതമായി പൂട്ടി വെച്ചിരിക്കുന്നു. കള്ളന്മാർ കയറില്ല ഫാത്തിമ. കുറുവാ സംഘം. നമ്മളെ നോക്ക് തുറന്നിട്ട്, അയ്യോ മഞ്ഞുണ്ട്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഫാത്തിമ രാത്രി തന്നെ റെഡ് ഇട്ട് ഉറങ്ങിയതാണ് അല്ലേ. രാവിലെ എണീക്ക്. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. അവിടെ ഒരു ബെഡ്റൂം, അതിനും ഉണ്ട് കേട്ടോ ബാൽക്കണി, ഇങ്ങനെ റൂമിനോട് ചാരിയിട്ട്. അപ്പോൾ അവിടെ വണ്ടികളൊക്കെ ആൾട്ടാക്കിയിരിക്കുന്നു ഗൈസ്. അവിടെ എലിസിനെ എണീറ്റ് തോന്നുന്നു. ഫാത്തിമ നീപ്പിച്ചു. ഹലോ മിച്ചു കുട്ടിയുടെ ചേച്ചിനെ, അസ്സലാമലൈക്കും. ഹലോ, എന്താണ് താത്താനെ നോക്കണേ? താത്തന്നെ ഉറങ്ങാനയക്കാതെ നീപ്പിച്ചു പറഞ്ഞിട്ട് അല്ലേ? താഴേക്ക് പോവാ, ചായ കുടിക്കണ്ടേ? താഴേക്ക് പോരി, വെള്ളം കുടിച്ചാ. നമ്മളെ ചിഞ്ചും എത്തിയിട്ടുണ്ട്. ഈച്ചുവാ, ഈച്ചുവൊക്കെ നേരത്തെ നീച്ചിക്കണ എൽസിനെ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ എന്നെ നോക്കണ്ട കേട്ടോ. എന്താണ് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ബാൽക്കണിക്ക് ഇറങ്ങിക്കണ്ടല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി താഴേക്ക് പോകുന്നു. എൽസിനൊക്കെ ഫ്രഷാക്കി. അപ്പോൾ ഒരു ഗ്ലാസ് ചായയും 2 ബ്രെഡും കഴിച്ചു. അപ്പോൾ എൽസിന് ബ്രെഡ് കഴിക്കണില്ല കേട്ടോ. അപ്പോൾ അവന് ചായ മാത്രം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പിന്നെ ടി വി ആണായിരുന്നു കേട്ടോ. 3 പേരും അതിന് ചായ കുടിക്കണമുണ്ട്, അതിൻ്റെ ഇടയിൽ ടി വി കാണുന്നുണ്ട്. മൂത്തമ്മ ചീത്ത പറയട്ടെ എന്നെ. എന്താണ് എനിക്കവിടെ പണി? എങ്ങോട്ട് നോക്കാം എൽസിനെ? ഇത് പുട്ടുണ്ടാക്കുക. അന്ന അതിൻ്റെ ഉള്ളിലിട്ടൊരു പൂട്ടുണ്ട്. എനിക്ക് വലിയ പാത്രം. അന്ന ഈ ചെമ്പട്ടിയിൽ ഇറക്കിയൊക്കെ അത്രേ ഉള്ളൂ. എനിക്ക് ഈ ചെമ്പട്ടിയിൽ ഇറങ്ങിയിരിക്കാം. അവിടെ ഒരാൾ പുട്ടുണ്ടാക്കല്ല. ഓരോരുത്തരും ഇവിടെ ഭക്ഷണം കഴിക്കുകയാണ്. ഉമ്മമ്മ വാരിക്കൊടുക്കുക, റിച്ച് സൈക്കിൾ ഓടിക്കുക. വായോ, എനിക്ക് തമ്മച്ചി അപ്പ ചായ കൊടുന്ന് വെച്ചിട്ട് അപ്പ ചായ കുടിക്കുക. ഫാത്തിമ ചായ അടിച്ചോ? കുടിച്ചൂട്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ നസീം കൊങ്കത്ത്. റെസ്റ്റ് കഴിഞ്ഞു, അവനക്ക് ഊരക്ക് ബെൽറ്റ് ഇട്ടിരിക്കും. അപ്പം മമ്മിയും കുട്ടികളും അവിടെ ചായ അടിക്കും. മനസ്സിൽ നമുക്ക് ചായ അടിക്കാം. അപ്പൊ ഗൈസ്, ഞങ്ങൾ നടന്നു പഠിക്കും. എൽസിന് ഇപ്പോൾ 1 വയസ്സും
2 മാസം ഇപ്പോഴാണ് വന്ന് നടന്നു പിടിക്കണേ. അതോ വീണു. എടുക്ക പോണേ. അപ്പൊ ഇനി എൽസിന്റെ മക്കളെല്ലാരും ചായ കുടിച്ചു. ഇനി ഞങ്ങള് ചായ കുടിക്കാൻ പോവാണ്. ഞങ്ങൾ ചായ കുടിക്കണം. നല്ല അപ്പം, ഇന്നലത്തെ ബീഫ് കറിയും ചട്ടിനി. അപ്പം ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ മന്തിയാണ്. അപ്പോൾ ചിക്കനൊക്കെ അവിടെ വേവിക്കുന്നുണ്ട്. അപ്പുറത്തെ ഗ്യാസിൽ റൈസും വേവിക്കുന്നുണ്ട്. പിന്നെ കുക്കിങ്ങും ഏറ്റെടുത്തോണ്ട് ഞാനൊന്നും പിന്നെ ആ ഭാഗത്തേക്ക് പോണേ ഇല്ല. ഞാൻ മക്കളെയും നോക്കി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിനെ എന്ത് കാണിക്കണേ? കുളിക്കണ്ടേ? എൽസിൻ്റെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടോ ഗൈസ്. എന്നിട്ട് മുറ്റത്ത് വണ്ടി ഓടിക്കുകയാണ് അല്ലേ? എന്തായാലും വിശാലമായ മുറ്റുണ്ട് കുട്ടികൾക്ക് വണ്ടി ഓടിക്കാനും ഓടിക്കളിക്കാനൊക്കെ. അപ്പോൾ ഓൻ അവിടെ ഇരുന്ന് ഓടിക്കളിക്കണം. കിച്ചണിൽ ഉമ്മയും താത്തയൊക്കെ നല്ല പണിയിലാണ്. അപ്പം എൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കണ ക്യാമറമാനാണിത്. ഞങ്ങൾ മക്കളൊക്കെ ഉറക്കിയിട്ട് ഞങ്ങൾ അതിൻ്റെ പണിയിലായിരുന്നു. ഫോട്ടോ വീഡിയോസ് എടുക്കണ റീൽസിന്. എൻ്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു അല്ലേ? താത്താൻ്റെ ഒക്കെ വാടക ഒപ്പിച്ചിട്ടാണ് നമ്മൾ റീൽസൊക്കെ എടുത്ത്. അപ്പോൾ ഇനി ഉച്ചക്ക് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉമ്മാൻ്റെ വീട്ടിൽ പോകാണ്ട് പുലാമന്തോളം. അപ്പം അതൊക്കെ കൂടി ഇൻഷാ അല്ലാഹ് പോകണം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാട്ടോ. ഉച്ചയായി നേരം. നല്ല ദമ്മിട്ട് മന്തി, ചിക്കൻ മന്തി. തിരക്കിലാണ്, എല്ലാരും ഓടി വരുന്നു. നല്ല ഫുഡ് അടിയിലാണ് എല്ലാവരും. നെസ്രിയൊക്കെ തല താത്തിയിട്ടാണ് കഴിക്കണം അല്ലേ? ചാടിക്കണം. മന്തി കണ്ടാ പിന്നെ ഓൻ ചാടും. അതിനിടെ ക്രിസ്മസ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാണ് റെഡൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ട്. എൽസിന് പിന്നെ പോവാൻ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയ പിന്നെ എനിക്ക് ടാറ്റ കൊടുത്താ പിന്നെ എനിക്ക് ടാറ്റ പോകണം. അപ്പം ഞങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാഗൊക്കെ സെറ്റാക്കി വെച്ചു. എൽസിന് പോവാ, ടാറ്റ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ പോകാൻ വേണ്ടി മാറ്റി റെഡി ആയി നിൽക്കുകയാണ്. അവൻ നെസ്ബിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുക്കണത്ര. മുടിയൊക്കെ ശരിയാക്കണം. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇതാ ലഗേജൊക്കെ അടിക്ക് കയറ്റുണ്ട്. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ പോവാണ് ഗൈസ്. പോവാൻ റെഡി. അതിനാ ചെരുപ്പൊക്കെ താഴത്തിട്. കാൽമടാനല്ലേ ചെരുപ്പ്. ചിഞ്ചുമ്മ കേറി. ഡെൽസിനെവിടെ? ഏച്ചിനെ പോവല്ലേ? കേറി കേറി കേറി. വഴി അറിയില്ല അമ്മമാക്ക്. ഉമ്മ എന്തൊക്കെ കാട്ടിട്ട് ഇതാണ് വഴി അതാണ് വഴി എന്നൊക്കെ പറഞ്ഞിട്ട് നാട് കറക്കാണ്. ഓരോന്ന് പറയാ. ശരി, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പണ്ട് നമ്മളെ അടിയൂര് താമസിച്ചിരുന്ന ഒരു സീതാത്ത ഉണ്ടായിരുന്നു, അമ്മമാരുടെ ഫ്രണ്ട്. അപ്പൊ അതിന് കൊറേ കാലായി പോയിട്ട് അവിടുന്ന്. ഇപ്പൊ തിരുവപ്പുറം പുതിയ വീടൊക്കെ കയറ്റിട്ട് അവിടെയാണ്. അപ്പൊ ഉമ്മമാക്ക് പണ്ടെന്നോ വന്ന ഓർമ്മ ഉണ്ട് പറഞ്ഞിട്ട് ഉമ്മമ്മ കൊറേ ആയി ഞങ്ങൾ വീട് സത്യത്തിൽ ഉമ്മമാക്ക് അറിയില്ല, ഏതോ കാലം മുന്നേ വന്നതാണ്. അപ്പൊ തപ്പി പിടിച്ച് വീട് 10 കിലോമീറ്റർ വളച്ചിട്ടൊക്കെ ഗൈസ്. അങ്ങനെ എവിടേക്ക് എത്തിയേക്കണ്? ഇനി 2-3 സ്ഥലത്ത് പോവാണ്ട്. റിച്ച ക്യൂട്ട്നെസ് ഇട്ടാ ഗുണ്ടായില്ലേ? ഗൈസ് സിനും ടീമും ആ പോണ്. സിനു അവിടെ. ഈ ബസ്സിൽ പേരെന്താ? ഓട്ടി അല്ലേ? ഈ ബസ് പേര് ഓട്ടി എന്നല്ലേ? അല്ല, ഇങ്ങനെ നാട് മൊത്തം തെണ്ടി നടക്കുകയാണ്.
ഗൈസ് മണിക്കൂറുകൾക്ക് ശേഷം സിനു വരുന്ന കാഴ്ചയാണ്. 4:50 സമയം. പോകുമ്പോ 3:50 ഇപ്പൊ 4:50. എപ്പോഴപ്പോ പോവാറുന്ന സ്ഥലത്തേക്ക് എത്തുമെന്നാവോ? ഇപ്പൊ വഴി ചോദിച്ചു പോയ ഉമ്മമാരെ പിന്നെയും കാണാതെ അയക്കണ്. ബാക്കിലുണ്ട്. ഞങ്ങളങ്ങനെ പോരുന്ന വഴിയിൽ വല്യപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലും കയറി അവരൊക്കെ കണ്ടിട്ട് പിന്നെ ഇപ്പോൾ പുലാമന്തോള് അങ്ങാടിയിലെത്തിയിട്ടാണ്. വല്യപ്പ മരിച്ചിട്ട് ഇന്നൊക്കെ 2 വർഷമായി. അപ്പോൾ ഇവർ കബറിങ്ങ പോയി വരികയാണ്. അപ്പോൾ ഞങ്ങളവിടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലെത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അത് ചെറിയൊരു റോഡാണ്, കാരണം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. അപ്പോൾ ഇതാണ് കേട്ടോ ഉമ്മാൻ്റെ വീട്. പഴയ വീടാണല്ലേ, കുറേ വർഷം എൻ്റെ അമ്മ കുട്ടിയാകുമ്പോഴത്തെ വീടാണിത്. കുറേ വർഷം പഴക്കമുള്ള വീട്. ഇവിടെ വല്യപ്പാക്കൊരു കടയുണ്ടായിരുന്നു, അപ്പോൾ വേറെ ആളെ നടത്തണം. ഓട് പൊട്ടിക്കണ സാറില്ല. അതിനാ ഇതാര വീടാണ്? മുട്ടായിപ്പാൻ്റെ വീട് എന്നാലും മുമ്പിൽ പറയും, കാരണം ഇപ്പാക്ക് കട ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വന്നാൽ കുറേ മുട്ടായി കിട്ടും. അപ്പോൾ ഇവർ പേര് മാറ്റി മുട്ടായിപ്പാൻ്റെ വീട് എന്നാക്കി. ഇപ്പോൾ ഒരു ഭാഗം തീറ്റ കഴിഞ്ഞിട്ടുള്ള കടയിൽ പോയി മേടിച്ചു കൊണ്ടു ഗുണ്ടറിച്ചാണ് ഗൈസ്. ഇത് ഗുണ്ടവാല. ചാടിക്ക അതിനത്രയൊക്കെ തിന്ന. 1 2 സിനിയൊറ്റാണ് വെട്ടാ. ഞാൻ ഉസാറാ. സിനി എന്താ പണി? ചോറും കുട്ടികളെ വയറ് നിറഞ്ഞാൽ പിന്നെ സമാധാനമായില്ല. സ്വത്തിപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ വണ്ടികൾ പോകും, അത് കണ്ടിട്ട് ഭക്ഷണം കഴിക്കാല്ലേ. റോഡ് അതുപോലെ മുറ്റം വീട് ഇത്ര അടുത്താണ്. ഞങ്ങളൊക്കെ കുട്ടിയായിരുന്നു പറയണ കേക്ക്. ഞങ്ങളൊക്കെ കുട്ടിയായിരുന്നപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇരിക്കും, ഇരുന്നിങ്ങനെ നുണ പറയും, സൊറ പറയും, ഒക്കെ പറയും. ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പപ്പാൻ്റെ ഒക്കെ ചീത്തയും കേൾക്കും. വണ്ടി അവിടുന്ന് വീഴുന്ന് പറഞ്ഞിട്ട്. ഉമ്മടെ സ്വത്തുപ്പമ്മടെ എവിടെ എവിടെ സിനിയോ പോവല്ലേ? പോവല്ലേ? എപ്പോഴാ പോവാ? ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോകും. നമ്മൾ നേരെ കൊപ്പത്തുള്ള സിന്തറ്റിക് മാളിൽ കയറാനൊരു തീരുമാനമുണ്ട്. എൻ്റെ മോൾ ചാടുന്നു. സ്വത്തുപ്പ എച്ചിനെ പോവാ പറയും. ഇത് വന്നേക്ക് തുടങ്ങി മുട്ടായി തീറ്റയാണ്, പോകുമ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്താ ഇപ്പപ്പാൻ്റെ സ്വന്തം കടയാണെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ വാടക കൊടുത്തിക്കാണ്. അതിന് പൈസ ഇപ്പൊ ഉള്ളപ്പോൾ പോവാ എടുക്കുക പോരാ, പൈസ ഒന്നും കൊടുക്കണേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ കുറേ തിന്ന് കൊടുങ്ങല്ലേ ഇപ്പൊ പറയാടുത്തിടുന്നുണ്ടാവും. അല്ലല്ല ഇപ്പൊ പിന്നെ ഒന്നും പറയില്ല. എടുത്താലും അടി കൊടുക്കുള്ളൂ, അടിയില്ല. ഗൈസ് നമ്മളങ്ങനെ പോവാണ്. ഞാനിപ്പോ എൻ്റെ കട പണ്ടത്തെ കട. അപ്പൊ ഗൈസ് ശരിയാ എന്താ വാങ്ങണേ? നല്ല ഫ്രഷ് ചൂടുള്ള പൂള. സിനിമക്ക് ഓരോന്ന് തിന്നണം തോന്നുന്നു. എവിടെ ഇപ്പൊ നിക്കണേ? നമ്മളിപ്പോ പുലാമന്തോൾ പാലം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് മസാല കടല. അപ്പൊ വണ്ടിയുള്ള ആൾക്കാരൊക്കെ പച്ചക്കറി മീനും വാങ്ങാൻ ഓടി. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ കൊപ്പത്തുള്ള സിൻഡിക്കേറ്റ് മാളിലെത്തിക്കണം. ഞാനൊരു തലക്ക് ഷൂട്ടോട് പോകാനും ഒരു തലക്ക് ഊരുക. എല്ലാവരും ഞങ്ങളിട്ട് പോയിട്ടാ. ഞങ്ങളത് ഇപ്പോഴും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. വായ വായ വായ.
സിനിമ കാണാനെ സിനിമ പോണേ സിനിമ കാണാ അതിന് എന്നെ കയറ്റുമോ മാർക്കാണാ സിനിമ ഹറാമാണ്. അല്ലോ സിനിമ ഇമ്മമ്മ ഹസ്ബൻഡ് മേടിക്കാൻ വന്നതാണ് ഞാൻ അങ്ങോട്ട് സിനിമ എവിടെക്കാണ് മേലൊന്ന് അവരെ വിളിച്ചിട്ട് വാ, അവരെ എടുക്കണേ. ചീനെ എച്ചിനെ റിച്ചുവിന്റെ റേസ് സ്റ്റാർട്ട് ചെയ്യണം സിനിമ ഇതിൽ ജയിക്കുവോ വണ്ടിയുടെ ആളല്ലേ. വണ്ടി ഓടിക്കാൻ പുതിയ ഡ്രൈവറിനെ കിട്ടിയിരുന്നു എൽസിൻ ഡ്രൈവർ. എൽസിൻ സിനിമ എടാ അത് ഡ്രൈവറാ? സിനിമ എങ്ങനെയുണ്ട് കുഴപ്പമില്ല. നമ്മളെ എന്താ പറയാ നാട്ടിൽ മാളിൻ്റെ പോലെ തന്നെ. ഇത് വെള്ളം അടിക്കുക അപ്പോൾ ഗൈസ് ഞങ്ങൾ സിൻഡിക്കേറ്റ് മാളൊക്കെ കണ്ടിറങ്ങി. മക്കൾ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു. പെൻസില് ഒരു കണ്ടപ്പോൾ ഒന്ന് കയറണം അവിടെ. അപ്പം അങ്ങനെ അപ്പം ഞങ്ങൾ പോവല്ലേ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെ വളാഞ്ചേരിയുള്ള ഗുജറാത്തി ധാബയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പിന്നെ വീട്ടിൽ പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ ഡേ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ ബൈ.